എല്ലാവർക്കും നമസ്കാരം. സ്ത്രീ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഒരു കരുതലാണ്. അമ്മയായും ഭാര്യയായും സഹോദരിയായും മകളായും ഒക്കെ ഓരോ പുരുഷൻ്റെ ജീവിതത്തിലും സ്നേഹസ്പർശം നൽകുന്ന ഒന്നാണ്. ഏകദേശം ഒരു 5000-നുപരി ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ. വളരെ കുറഞ്ഞ സംഖ്യയാണ്, എന്നാലും പലരെയും ഓൺലൈനായിട്ടും അല്ലാതെയും നേരിട്ടും ഒക്കെ കാണുമ്പോഴും ഒരു പകുതി ശതമാനത്തോളം, അല്ലെ പകുതിയല്ല അതിലും കൂടുതൽ ആളുകളും സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകളും ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, അവരുടെ ജീവിതം എത്ര മനോഹരമായുള്ള രീതിയിൽ അവരുടെ കാഴ്ചപ്പാടും അവർ ആധ്യാത്മികമായി ഉണ്ടായിരിക്കുന്ന അവരുടെ അനുഗ്രഹവും ഒക്കെ വലുതാണ്. പല സ്ത്രീകളുടെയും അവരുടെ ജന്മജന്മാന്തരമായി കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, ആധ്യാത്മികതയിൽ ഉണരാനായിട്ടുള്ള അനുഗ്രഹം. അതിനെയെല്ലാം കളങ്കപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യം പുരുഷനെന്ന് പറയുന്ന വ്യക്തിയുടെ ഈഗോയാണ്. പുരുഷന് അവൻ്റെ ആയിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി ആരുടെയും ഒരു ജീവിതത്തിനെ വെറുതെ നശിപ്പിക്കാൻ പാടില്ല. കാമത്തിനാണെങ്കിൽ വേറെ എന്തൊക്കെയോ വഴിയുണ്ട്, അത് പോയി ചെയ്യണം. അല്ലാതെ ഒരു സ്ത്രീയെ അതിനു വേണ്ടി അടിമപ്പെടുത്തരുത്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനാണെങ്കിൽ അതിന് നിങ്ങൾ കുറച്ചൊക്കെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീ ഒരു ഭാര്യയെ വേണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ രീതിയിൽ അവരുടെയും കൂടി താല്പര്യപ്രകാരം നിങ്ങൾ ജീവിക്കേണ്ടി വരും. ഇന്നും ഈ 2025-ലും എത്രയ്ക്കോ മാറ്റം കിട്ടി, ഗാന്ധി സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്നും ഓരോ കുടുംബത്തിലെ ആൾക്കാർക്കൊന്നും സ്വാതന്ത്ര്യമില്ല. പണമുള്ളവൻ്റെ വീട്ടിലും പണം ഇല്ലാത്തവൻ്റെ വീട്ടിലും ഒക്കെ തന്നെയും പ്രശ്നങ്ങൾ എപ്പോഴും ആ സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. അത് നിങ്ങളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു കാര്യം, പലരും എന്നോട് വന്നിട്ട് ചോദിക്കും, ഗുരുജി ഞാനിനി അയാളെ എൻ്റെ ഇതിലേക്ക് നേരെയൊക്കെ എടുക്കാൻ നോക്കും. എന്തായാലും നിങ്ങൾ എത്ര കെയർ ചെയ്താലോ, നിങ്ങൾ എത്ര താന്നു കൊടുത്താലോ ഒന്നും അവരവരുടെ ആയിട്ടുള്ള ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ഈഗോ ഒരു കളയില്ല. പക്ഷെ ഒന്നാമത്തെ കാര്യം, സാമ്പത്തികപരമായി അവർക്ക് എന്തെങ്കിലും നമ്മളെക്കാട്ടിൽ ഇവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക്നെസ് തന്നെ അവർക്കറിയാം, ഒരിക്കലും ഇട്ടിട്ട് പോവില്ല എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഇതിനൊരു ധാർമ്മികത്വമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴാണ് കല്യാണം ഉണ്ടായത്? കാട്ടിൽ നിന്ന് വന്ന മനുഷ്യനാണ്, അതും കുരങ്ങനിൽ നിന്ന് പരിവർത്തനം ചെയ്തതാണിത്. അപ്പം എത്രയോ ആളുകളുമായിട്ട് ലൈംഗികത്തിലും ഏർപ്പെട്ട് നടന്ന് എത്രയോ കൊച്ചുങ്ങളെ ഉണ്ടാക്കി നമുക്ക് ഒരു സോഷ്യലി ഒരു ചട്ടക്കൂട്ടിലേക്ക് വന്നപ്പം നമുക്കെല്ലാം ഒരു നിയന്ത്രണമായി. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറേ ആളുകളുണ്ട്, അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുമെന്നുള്ള ഒരു പേടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒറ്റ കുടുംബജീവിതം എന്ന് പറഞ്ഞ രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നത്. ഇങ്ങനൊന്നും ഇല്ല. ഇതിനൊന്നും ഒരു ഈശ്വരീയ ഒരു ഈശ്വരത്വം നിങ്ങൾ കാണരുത്. അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരാൾ പോരാ, അയാൾ നിങ്ങൾക്കുമായി പറ്റുന്നില്ലെന്ന് അറിഞ്ഞ് ഇട്ടിട്ട് പൊക്കോണം, അതിനൊരിതുമില്ല. കുറച്ച് നാൾ മനസ്സിന് വേദന വരും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിന് നിൽക്കേണ്ട ആവശ്യമില്ല. അവർ നൽകുന്നതുകൊണ്ട് ഒന്നും നിൽക്കില്ല. അവർ തന്നെ അവരുടെ ആയിട്ടുള്ള ഈഗോയിലാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അവർ ആ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കും, പണമില്ലെങ്കിൽ ആ രീതി നിങ്ങളെ കാണാതിരിക്കും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനാണ് ഈ സൊസൈറ്റിക്കുള്ളത്. അവർക്ക് അവരുടെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ചിലപ്പോൾ പെറ്റമ്മ മാത്രമേ കാണുള്ളൂ ആ രീതിയിൽ നമ്മളെ കാണാതിരിക്കുന്നത്, മറ്റുള്ളവരെല്ലാം തന്നെ എന്തെങ്കിലും ആവശ്യം കൊണ്ടാണ് കാണുന്നത്. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പേടിച്ചോ ഭയപ്പെട്ടോ നിൽക്കരുത്. നിങ്ങൾക്ക് പോരാ, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നറിഞ്ഞാൽ വിട്ടുപോക്കോണം. ഒരിതും കാണിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഞങ്ങൾ പോയാൽ എവിടെ നിൽക്കും, അതിനുള്ള ഇതില്ല. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കണം. നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരുപാടുമില്ല.
ഒരു 10 മിനിറ്റ് മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻറ്റ്യൂഷൻസ് കിട്ടും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഓരോ ചുവട് വെക്കാനായിട്ടുള്ള ഇച്ഛാശക്തി കിട്ടും. ജീവിതത്തിൽ വേണ്ടത് കൂടുതൽ പഠിത്തമുള്ളവർക്കാണെങ്കിലും പണമുള്ളവർക്കാണെങ്കിലും എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും ചെയ്യാൻ ആത്മവിശ്വാസമാണ് വേണ്ടത്. ഈ ആന്തരികപരമായി ഉണ്ടാകുന്ന ആ ഒരു ഇച്ഛയുണ്ടല്ലോ, ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തിൽ എന്തും ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതൊരു ഒരു ഒരു ഇതല്ല, വ്യക്തമില്ലാത്ത രീതിയിൽ ഞാൻ വളരെയേറെ കോൺഫിഡൻ്റ് ആണെന്ന് പറയുന്നതല്ല, ഒരു വ്യക്തത കിട്ടണം. അതുകൊണ്ടാണ് ധ്യാനം ചെയ്യാൻ പറയുന്നത്. ക്ലാരിറ്റി കിട്ടും, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഈശ്വരീയ ഇതുണ്ടാവും, നിർദ്ദേശമുണ്ടാവും. അതേ ത്രൂ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഇത് കിട്ടും. ധ്യാനിക്കുക. ഈ സാഹചര്യം എല്ലാം മോശമാവാം. ഓരോ വേദനിക്കുന്ന സ്ത്രീയോടും പറയാനുള്ള എനിക്കിതാണ്, നിങ്ങളെ എത്രത്തോന്മാർ അടിമത്തരം നിങ്ങളെ കാണിക്കുന്നുണ്ടോ, അവന്മാരുടെ കാമം കൊണ്ടാണെങ്കിലും അവന്മാരുടെ ആയിട്ടുള്ള ഒരു ഇച്ഛ കൊണ്ട്, അല്ലെങ്കിൽ അവന്മാരുടെ ആയിട്ടുള്ള ഒരു സ്വയമേ ഉണ്ടാകുന്ന അവരുടെ ഈഗോ നിങ്ങളെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് നിങ്ങളുടേതായിട്ടുള്ള പ്രതികരണം വാക്കാലാവാം. നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കൊടുക്കാം, ചെവുക്കല്ലെടുത്ത് 2 കൊടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ നിന്ന് ഒരു ഈശ്വരത്വത്തെ നിങ്ങൾ നോക്കണ്ട. ഇനി അതിനൊന്നും പറ്റില്ല, ഏറ്റവും ഉയർന്ന മാർഗ്ഗമാണ് തപോബലം, ധ്യാനത്തിൻ്റെ ശക്തി. ധ്യാനിക്കുക, ഉപവാസം എടുക്കുക, ജപം ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ശക്തിയെ എടുക്കാൻ സാധിക്കും. ആ ശക്തിയോട് കൂടിയിട്ട് ആ ഒരു ധ്യാനത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്കായിട്ടുള്ളൊരു ക്ലാരിറ്റി തുടങ്ങും. നിങ്ങൾ ഓരോ സാഹചര്യത്തിലും ഓരോ കാർമിക് സൈക്കിളിലാണ്. ആ കാർമിക് സൈക്കിളിൽ നിന്ന് നിങ്ങൾ മാറിയാൽ വേറെ ഇതിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ഇതൊരു ജീവ ഊർജ്ജമാണ്. ഇതൊരു സ്ഥലത്ത് അകപ്പെട്ടതുകൊണ്ട് ജീവിതകാലം മുഴുവനും ആ സ്ഥലമാണ് എൻ്റെ, ഈ വ്യക്തിത്വങ്ങളാണ് എൻ്റെ. അങ്ങനല്ല. നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടി നോക്കി, നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളെല്ലാം മാറി മറിയും. നിങ്ങൾക്ക് വ്യത്യസ്തപരമായുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ എല്ലാം ആ രീതിയിലാണ് ജീവിതം. ഇതൊരു ജീവനാണ്. ഇതെൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരിടത്തും ഒരു സ്ഥലത്തും ഒരു വ്യക്തിയിലും ഒന്നും ഒതുങ്ങുന്നതല്ല നിങ്ങൾ. നിങ്ങളുടെ ജീവോർജ്ജം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ അതാതായിട്ടുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരും. സാഹചര്യങ്ങൾ നിങ്ങളെ ഒരിക്കലും ബന്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. ചിന്തകളെ മാറണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞിട്ടോ വിഷ്വലൈസേഷൻ ചെയ്തിട്ടൊന്നും ഒരു കഥയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതേക്ക് അതിലൊന്നും കഥയില്ല. അതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങളെ കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിക്കത്തതേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾ ഈശ്വരനുമായി ചേരുക. ബ്രഹ്മമാണ് നിങ്ങളെല്ലാം. അതാണ് നിങ്ങളുടെ ജീവൻ്റെ അടിസ്ഥാനം. അതിൻ്റെ ഒരു ശക്തി നിങ്ങളെ കിട്ടുമ്പം, ധ്യാനത്തിലൂടെ കിട്ടുമ്പോൾ നിങ്ങളുടെ സാഹചര്യവും മാറി മറിയും. ഇതേ ഉള്ളൂ ഗുരുജിക്ക് പറയാൻ. ഓരോ സ്ത്രീകളെയും, ഇത് കേൾക്കുന്ന പുരുഷന്മാരാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും കല്യാണം കഴിച്ചവരാണെങ്കിലും, നിങ്ങളവളെ ദൈവിയായി കണ്ടു കഴിഞ്ഞാൽ ഗുണം നിങ്ങൾക്കാണ്. അതിൻ്റെ ഉള്ളിൽ ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങൾക്ക് ഉണർത്തിയെടുക്കണം. അത് നിങ്ങൾ ആ കാണുന്ന കാഴ്ചപ്പാടോടി, ദേവി എന്നുള്ള ആ ഒരു സങ്കല്പത്തോടുകൂടി നിങ്ങൾ കണ്ടാലേ അപ്പം എങ്ങനെയപ്പം ഞങ്ങൾ പ്രേമിക്കും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ പ്രേമം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതൊരു വികാരത്തിൻ്റെ പുറത്തുണ്ടാകുന്നതാണ്. പക്ഷേ ഒരു റെസ്പെക്റ്റ് തോന്നുമ്പം, അല്ലെങ്കിൽ അത്രയും ഒരു ഡിവോഷൻ തോന്നുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവം വേറെയാണ്. അതിനൊക്കെ കാർമിക് മൈൻഡ് മാറി കിട്ടണം, എന്നാലേ അതൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും. ഒരു സ്ത്രീ ഒരു പുരുഷനോടൊപ്പം ഉള്ളത് വളരെ സാധ്യതയാണ്, ആധ്യാത്മികപരമായും ഭൗതികപരമായും. അതിനെ ഉപയോഗിക്കുക, അല്ലാതെ അവരെ ദ്രോഹിക്കാതിരിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മൾ പഠിക്കുക. അതൊരിക്കലും തെറ്റല്ല. നിങ്ങളിപ്പം നാളെ മരിച്ചു, ഒരു പുരുഷൻ എത്ര സ്ത്രീ അടിമപ്പെട്ടാലും അവൻ നാളെ മറ്റന്നാളെ മരിച്ചു, പിന്നെ എന്ത് നിങ്ങൾ എവിടെ വന്ന് കാണിക്കാനാ? ചിലപ്പോൾ അവൾ ഇറങ്ങി വേറെ ഒരുത്തൻ്റെ ഒപ്പം പോകും, അല്ലെ വേറെ കല്യാണം കഴിക്കും. മരണക്കിടക്കെ നിന്നിട്ട് വന്നിട്ട് കല്യാണം കഴിക്കരുതെന്ന് പറയാം. പക്ഷേ ഇല്ല, ഇതൊരു ജീവിതമാണ്. ഒരു ശ്വാസവും ഒരു ശ്വാസം ഇല്ലായ്മയിലും തീരാന്നുള്ള കാര്യമുള്ളൂ. ആരെയാണ് പിടിച്ചു വെക്കാൻ നോക്കുന്നത്? ആരോടാണ് ഈഗോ കാണിക്കുന്നത്? ഒന്നിലും കഥയില്ല. ഇതെല്ലാം വെറും അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ജീവനെ ഈ രീതിയിലൊന്നും കാണരുത്. ഒരു വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ടോ, ഒരു സമൂഹത്തിന് നിൽക്കുന്ന കാഴ്ചപ്പാട് കൊണ്ടോ, സാമ്പത്തികപരമായി എനിക്കുണ്ടെന്നുള്ള ചിന്താഗതി കൊണ്ടോ ഇങ്ങനൊന്നും കാണരുത്. എല്ലാവരും അവരുടേതായിട്ടുള്ള സ്വതന്ത്രതയിൽ ജീവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് അച്ഛനും അമ്മയും ആദ്യം തന്നെ നശിപ്പിച്ചു. സ്കൂള്, പഠനം, കല്യാണം, എന്തൊക്കെ ഇതുണ്ടോ അതെല്ലാം നമ്മളെ അടിച്ചേൽപ്പിച്ചു. ഒരു 10-20 വയസ്സാകുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രത അനുഭവിക്കുന്നത്. അവിടെയും നമ്മളെ നശിപ്പിക്കാൻ തുടങ്ങി കല്യാണം എന്നുള്ള ചിന്താഗതി കൊണ്ട്. പിന്നെ കുട്ടികൾ വേണം എന്ന് വെച്ചാൽ നമ്മൾ വംശനാശം വരാനിരിക്കുകയല്ലേ ഇപ്പോൾ ഇത് പ്രത്യുൽപാദനം നടത്തിയില്ലെങ്കിൽ. ഇതേപോലുള്ള തെറ്റായ ചിന്താഗതി കൊണ്ട് ഈ സമൂഹം നമ്മളെ ആകെ ട്രാപ്പിലാക്കി. ഇതൊന്നുമല്ല ജീവിതം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനമുണ്ട്. ആരെയും നോക്കരുത്, നിങ്ങൾ സ്വയമേ എടുത്തോണം അത്.
ആ സ്വയമേയുള്ള തീരുമാനമാണ് ജീവിതത്തിൻ്റെ വിജയം. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ആരുടെ അടിമയെ നിൽക്കേണ്ട ആവശ്യമില്ല, ആർക്കും അടിമയാക്കാനും പറ്റില്ല. ശക്തമായി തിരിഞ്ഞടിക്കണം. ആ ശക്തതയോടുള്ള ചിന്താഗതിയോടുകൂടി നിങ്ങൾ കടന്നു പോകണം. എവിടെയും ദുഃഖം മാത്രം അനുഭവിച്ചുകൊണ്ട്, എല്ലാവരും ദുഃഖമാണ് പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യും. ചെയ്യാനുള്ള നിങ്ങൾക്കേ കഴിയുള്ളൂ. നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തീരുമാനിക്കണം. വിഷമം ഒരിക്കലും പരിഹാരം കൊണ്ടും തരില്ല. ആ വിഷമത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടു പോകത്തില്ല. അതേസമയം നിങ്ങൾ തന്നെ ചിന്തിക്കണം, എങ്ങനെയാണ് അടുത്തൊരു ചുവട് വെക്കേണ്ടതെന്ന്. ഞാൻ എൻ്റെ ഒരു ഇത് പറയുമ്പോൾ ഞാൻ പറയും, ധ്യാനം മാത്രം ചെയ്യുക. അതാണ് നിങ്ങളുടെ ശക്തിയും, അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, ഉൾക്കൊള്ളുക. എല്ലാ പ്രയാസങ്ങളും വേറൊരു വഴിയിലേക്കുള്ള മാർഗമായി കണ്ടുകൊണ്ട്. നമസ്കാരം.